ബ്രസീൽ വിസ് ജപ്പാൻ നോക്കൌട്ട് മത്സരം കായിക ലോകം കാത്തിരിക്കുന്ന ഒന്നാവുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജപ്പാന്റെ മത്സരങ്ങൾ അത്രമേൽ തീവ്രമായതുകൊണ്ടാണ്. 5 വട്ടം ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ എന്ന കാനറിപ്പടക്ക് മുന്നിൽ സാമുറായി ബ്ലൂസ് ഇറങ്ങുമ്പോൾ ഫുട്ബോൾ ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. ജൂൺ 29 രാത്രി 10:30 ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. എല്ലാ രാജ്യങ്ങൾക്കും ഫുട്ബോൾ ഒരു കളി മാത്രമാണ്. എന്നാൽ ജപ്പാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ പിന്നെ യുദ്ധമാണ്. അവർക്ക് ഓരോ മത്സരവും വെറും 90 മിനിറ്റ് അല്ല, രാജ്യത്തിന് അഭിമാനം നെഞ്ചിലെത്തിയ 5400 സെക്കൻഡുകളാണ്. ലോകകപ്പുകളിൽ അവർ യൂറോപ്യൻ വമ്പന്മാരെ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല. ജർമ്മനിയെ 2022 ലോകകപ്പിൽ 2-1 വീഴ്ത്തി. സ്പെയിനിനെ അതേ ലോകകപ്പിൽ 2-1 തന്നെ തോൽപ്പിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതെത്തി. ലോകമൊരിക്കൽ ജപ്പാനെ ഏഷ്യൻ അണ്ടർഡോഗ് എന്ന് വിളിച്ചിരുന്നു. അതിന് അവർ മറുപടി പറഞ്ഞത് വാക്കുകൾ കൊണ്ടല്ല, ജർമ്മനിയെ വീഴ്ത്തിക്കൊണ്ടും സ്പെയിനിനെ മുട്ടുകുത്തിച്ചുകൊണ്ടുമാണ്. അതുമാത്രമല്ല, ജർമ്മനിയെ അവരുടെ നാട്ടിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ 4-1 തകർത്തു. തുർക്കിയെ 4-2, കാനഡയെ 4-1, പെറുവിനെ 4-1 തോൽപ്പിച്ച് ലോകത്തോട് വീണ്ടും പറഞ്ഞു, ഏത് യൂറോപ്യൻ വമ്പൻ മുന്നിൽ വന്നാലും പേരിനെയല്ല ജേഴ്സിക്കുള്ളിലെ മനുഷ്യ അവർ നേരിടുന്നതെന്ന്. ബെൽജിയത്തിനെതിരെ 2018 ലോകകപ്പിൽ 2-0 മുന്നിട്ട് നിന്ന ശേഷവും അവസാന നിമിഷത്തെ കൗണ്ടർ അറ്റാക്കിൽ മാത്രമാണ് 3-2 തോറ്റത്. ആ മത്സരം ഇന്നും ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിൽ ഒന്നായി ഓർമ്മിക്കപ്പെടുന്നു. അതുപോലെ 2022 ലോകകപ്പിൽ ക്രൊയേഷ്യക്കെതിരെ 120 മിനിറ്റ് പോരാടി. അവസാനം പെനാൽറ്റിയിലാണ് അവർ വീണത്. തോറ്റിട്ട് പോലും ലോകം ജപ്പാനെ ആദരിച്ച ദിവസം കൂടിയായിരുന്നു അത്. ജപ്പാൻ കളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂം വൃത്തിയാക്കിയും സ്റ്റേഡിയത്തിൽ ആരാധകർ മാലിന്യം ശേഖരിച്ചും പരാജയത്തിലും സംസ്കാരത്തിനെയും അച്ചടക്കത്തിനെയും ലോക ചാമ്പ്യന്മാരായി മാറി. അവരുടെ ഏറ്റവും വലിയ ആയുധം സൂപ്പർ സ്റ്റാറുകളല്ല, അച്ചടക്കമാണ്, കഠിനാധ്വാനമാണ്, ഒരിക്കലും കീഴടങ്ങാത്ത മനസ്സാണ്. അതുകൊണ്ടാണ് ലോകം അവരെ സാമുറായി ബ്ലൂ എന്ന് വിളിക്കുന്നത്. ഒരു സാമുറായിയുടെ വിജയം വാളിൽ നിന്നല്ല, അവന്റെ മനസ്സിൽ നിന്നാണ് ജനിക്കുന്നത്. അതാണ് ജപ്പാൻ. ജയിച്ചാൽ തല ഉയർത്തി നിൽക്കും, തോറ്റാൽ തല കുനിക്കില്ല. കാരണം ജയിക്കണമെന്ന ആഗ്രഹത്തെക്കാൾ വലുതാണ് അവസാന വിസിൽ മുഴങ്ങും വരെ പൊരുതണമെന്ന അവരുടെ വീര്യം. നോക്കൌട്ടിൽ ബ്രസീൽ എന്ന വൻമതിൽ മുന്നിൽ വരുമ്പോൾ ലോകം കാത്തിരിക്കുകയാണ്. ജപ്പാനെ തോൽപ്പിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം, പക്ഷേ ജപ്പാന്റെ പോരാട്ട വീര്യത്തെ തോൽപ്പിക്കാൻ ഇന്നുവരെ ഒരു ടീമിനും കഴിഞ്ഞിട്ടില്ല.